ഹലോ മക്കൾസ്, ഗ്രാഫ് തിയറി എന്ന സെക്ഷനിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യല്ലേ. അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് കംപ്ലീറ്റ് ഗ്രാഫ്. എന്താണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് നോക്കാം. എ സിമ്പിൾ ഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് ഈസ് ജോയിൻഡ് ബൈ ആൻ എഡ്ജ് ഈസ് കോൾഡ് എ കംപ്ലീറ്റ് ഗ്രാഫ്. അതായത് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ ഗ്രാഫാണ്. അതിൽ ഏത് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് നമ്മൾ ചൂസ് ചെയ്താലും അവ തമ്മിലൊരു എഡ്ജ് വഴി കണക്റ്റഡ് ആയിരിക്കും. അത്തരത്തിലുള്ള ഗ്രാഫിനെയാണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്രാഫ് നമുക്ക് വരക്കാം. അഞ്ച് വെർട്ടിസസ് ആണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അതായത് V1, V2, V3, V4 ആൻഡ് V5, അങ്ങനെ 5 വെർട്ടിസസ്. ഇനി എഡ്ജ് വരക്കാം. E1, E2, E3, E4, E5, E6, E7, E8. ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫ് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ല എന്ന് പറയും. കാരണം ഞാൻ പെയർ ഓഫ് വെർട്ടിസസ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് V1ഉം V4ഉം ആണെന്ന് വിചാരിക്കുക. ദെൻ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു കംപ്ലീറ്റ് ഗ്രാഫാണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ നോക്കുക, V2ഉം V3 ആണ് ഞാൻ ചൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് തമ്മിലൊരു E2 എന്നുള്ള എഡ്ജ് തമ്മിൽ കണക്റ്റഡ് ആണ്. സോ അതേപോലെ തന്നെ V1ഉം V3യും ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവ തമ്മിൽ എന്താണ്, കണക്ഷൻ ഇല്ല. സോ ഈ ഗ്രാഫ് എന്താണ്, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ല. നോക്കുക, ഇങ്ങനെ രണ്ട് എഡ്ജസും കൂടെ ഇതിലുണ്ടെങ്കിൽ, അതായത് E9 ആൻഡ് E10, ഇങ്ങനെ രണ്ട് എഡ്ജസും കൂടെ ഇതിലുണ്ടെങ്കിൽ ഈ ഗ്രാഫ് നോക്കുക, ഇവിടെ ഏതൊരു പെയർ ഓഫ് വെർട്ടിസസ് ചൂസ് ചെയ്താലും അവ തമ്മിൽ ഒരു എഡ്ജ് വഴി കണക്റ്റഡ് ആയിരിക്കും. അതായത് V1 എടുക്കുകയാണെങ്കിൽ V1ഉം V4ഉം എടുക്കുകയാണെങ്കിൽ അവ തമ്മിൽ E9 എന്നുള്ള ഒരു എഡ്ജ് വഴി കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഏത് വെർട്ടിസസ് എടുക്കാം, V2ഉം V4ഉം പെയർ ഓഫ് വെർട്ടിസസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ E8 ആയിട്ട് അത് കണക്റ്റഡ് ആണ്. അങ്ങനെ ഏത് വെർട്ടിസസ് നമ്മൾ ഏത് പെയർ ഓഫ് വെർട്ടിസസ് ചൂസ് ചെയ്താലും അവ തമ്മിലൊരു എഡ്ജ് ആയി കണക്റ്റഡ് ആണ്. സോ ഈ ഗ്രാഫ് ഒരു കംപ്ലീറ്റ് ഗ്രാഫിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പം എന്താണ് ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, എന്താണ് ഒരു എംപ്റ്റി ഗ്രാഫ് എന്ന് നോക്കാം. എ ഗ്രാഫ് വിത്ത് നോ എഡ്ജസ്. ഒരു എഡ്ജ് പോലും ഇല്ലാത്ത ഗ്രാഫിനെയാണ് എംപ്റ്റി ഗ്രാഫ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെർട്ടെക്സ് മാത്രമുള്ള ഗ്രാഫ്, V1 എന്നുള്ള ഒരു വെർട്ടെക്സ് മാത്രമുള്ള ഈ ഗ്രാഫ് എന്താണ്, ഒരു എംപ്റ്റി ഗ്രാഫാണ്. കാരണം ഇവിടെ എന്താണ്, എഡ്ജസ് ഇല്ല. അപ്പോൾ എഡ്ജസ് ഇല്ലാത്ത ഗ്രാഫിനെയാണ് എംപ്റ്റി ഗ്രാഫ് എന്ന് പറയാം. ഇതെന്താണ്, ട്രിവിയൽ ഗ്രാഫും കൂടിയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണ് ട്രിവിയൽ ഗ്രാഫ് എന്ന്, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ഗ്രാഫ് നോക്കുക. 3 വെർട്ടെക്സ് ഉള്ള ഗ്രാഫ്, V1, V2, V3, അങ്ങനെ 3 വെർട്ടെക്സ് ഉള്ള ഈ ഗ്രാഫ് എന്താണ്, ഇവിടെ എഡ്ജസ് ഇല്ല. സോ ഈ ഗ്രാഫ് എന്ത് പറയാം നമുക്ക്, ഒരു എംപ്റ്റി ഗ്രാഫാണെന്ന് പറയാം. സോ ഇതെന്താണ്, ഒരു എംപ്റ്റി ഗ്രാഫിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഗ്രാഫിൽ ഏതൊരു പെയർ ഓഫ് വെർട്ടിസസ് ചൂസ് ചെയ്യുകയാണെങ്കിലും അവ തമ്മിൽ എഡ്ജസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് എംപ്റ്റി ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, സോ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് V2ഉം V3യും തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന്, അതായത് പെയർ ഓഫ് വെർട്ടിസസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവ തമ്മിൽ എന്താണ്, കണക്റ്റഡ് അല്ല. അതേപോലെ V4ഉം V2ഉം ചൂസ് ചെയ്യുകയാണെങ്കിൽ അവ തമ്മിലും എന്തല്ല, കണക്റ്റഡ് അല്ല. അതേപോലെ V1ഉം V3യും ചൂസ് ചെയ്യുകയാണെങ്കിലും അവ തമ്മിൽ എന്താണ്, കണക്റ്റഡ് അല്ല. പക്ഷേ V1ഉം V4ഉം ചൂസ് ചെയ്യുകയാണെങ്കിൽ അവ തമ്മിൽ എന്താണ്, ഒരു എഡ്ജുമായി കണക്റ്റഡ് ആണ്. അതായത് ഇവിടെ ഒരു എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഗ്രാഫിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, എംപ്റ്റി ഗ്രാഫ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താണ് എംപ്റ്റി ഗ്രാഫ് എന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. ഒരു സിംഗിൾ എഡ്ജ് പോലും എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് എംപ്റ്റി ഗ്രാഫ് എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്താണെന്ന് നോക്കാം. നോക്കുക,
a graph in which whose vertex set can be partitioned into two subsets x and y so that each vertex has one end in x and one end in y. Such a partition xy is called a bipartite of the graph. Bipartition of the graph. ഒരു ഗ്രാഫിനെ ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് എപ്പോഴാണ് പറയാന്ന് വെച്ചാൽ കണ്ടീഷൻ ഇതാണ്. ആ ഗ്രാഫിലെ വെർട്ടെക്സ് സെറ്റിനെ രണ്ട് സബ്സെറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് വെർട്ടെക്സ് സെറ്റ് ക്യാൻ ബി പാർഷൻ ഇൻ ടു ടു സബ്സെറ്റ് എക്സ് ആൻഡ് വൈ. മാത്രമല്ല ആ ഗ്രാഫിൽ ഏതൊരു എഡ്ജ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു എൻഡ് എക്സിലും മറ്റേ എൻഡ് വൈയിലും ഉണ്ടായിരിക്കണം. അതായത് ബൈ പാർട്ടേറ്റ്, രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് മീൻ ചെയ്യുന്നത്. അങ്ങനെ ഏതൊരു എഡ്ജ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു എൻഡ് ഒരു സെറ്റിലും മറ്റേ എൻഡ് മറ്റേ സെറ്റിലും ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഗ്രാഫിനെയാണ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയാം. ഇനി അത്തരം പാർട്ടീഷൻ എക്സ് വൈനെ ബൈപാർട്ടീഷൻ ഓഫ് ദ ഗ്രാഫ് എന്നും പറയും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. അതിങ്ങനെ ഈ എഡ്ജസ് ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിനെ ഈ ഒരു വെർട്ടെക്സ് സെറ്റിനെ എക്സ് ആയിട്ടും ഈ ഒരു വെർട്ടെക്സ് സെറ്റിനെ വൈ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടെക്സ് സെറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ ഏതൊരു എഡ്ജ് എടുക്കുകയാണെങ്കിലും ഒരെൻഡ് എക്സിലും മറ്റേ എൻഡ് വൈയിലും ആയിരിക്കും. കണ്ടോ, ഇത് എക്സിൽ, ഇതിൻ്റെ മറ്റേ എൻഡ് വൈയിൽ. അങ്ങനെയുള്ള ഒരു എന്താ പറയുക വെർട്ടെക്സ് സെറ്റിനെ നമുക്ക് സബ്സെറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഇതെന്താണ്, ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ എന്താണ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കുക, കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. നോക്കുക, it is a simple bipartite graph with partition xy in which each vertex of x is joined to each vertex of y. If cardinality of x is equal to m and cardinality of y is equal to n, such a graph is denoted by kmn. അതായത് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് സിമ്പിളായിട്ടുള്ള ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫാണ് വിത്ത് അതിൻ്റെ പാർഷ്യൻ എന്നത് എക്സ് വൈ ആണ്. അതായത് പാർഷ്യൻ എക്സ് വൈ എന്ന് പറഞ്ഞാൽ അതിന് മീൻ ചെയ്യുന്ന എന്താണ്, എക്സും വൈ ആയിട്ട് അതിൻ്റെ വെർട്ടെക്സ് സെറ്റിനെ രണ്ട് സബ്സെറ്റായിട്ട് മാറ്റാൻ പറ്റും. ആൻഡ് കണ്ടീഷൻ ഇതാണ്, എക്സിലുള്ള ഏതൊരു വെർട്ടെക്സും വൈയിലുള്ള ഓരോ വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, വൈയിലുള്ള ഏതൊരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിലും അത് എക്സിലുള്ള ഓരോ വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഇവിടെ എക്സ് വൈ എന്നുള്ളതൊക്കെ എന്താണ്, വെർട്ടെക്സ് സെറ്റിൻ്റെ സബ്സെറ്റുകളാണ്. അപ്പം എക്സിൽ ഏതൊരു വെർട്ടെക്സും വൈയിലെ എല്ലാ വെർട്ടെക്സുമായിട്ടും അതുപോലെ തന്നെ വൈയിലെ ഏതൊരു വെർട്ടെക്സും എക്സിലെ എല്ലാ വെർട്ടെക്സുമായിട്ടും കണക്റ്റഡ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഗ്രാഫിനെയാണ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, ഇനി എക്സ് എന്ന സബ്സെറ്റിൻ്റെ കാർഡിനാലിറ്റി എം ആണെങ്കിൽ, അതായത് എക്സിൽ എം വെർട്ടെക്സ് ഉണ്ട്, ദാറ്റ് ഈസ് എക്സിലുള്ള വെർട്ടെക്സിൻ്റെ എണ്ണം എമ്മും അതുപോലെ തന്നെ വൈയിൽ എൻ എണ്ണവും വെർട്ടെക്സും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗ്രാഫിന് നമ്മൾ ഡിനോട്ട് എങ്ങനെയായിരിക്കും, കെ എം എൻ എന്നാണ്. ഓക്കെ, അതായത് കെ എം എൻ എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഇന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫിന് ഒരു എക്സാമ്പിൾ പറയാൻ പോവുകയാണ്. K33 എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ, ഈ ഗ്രാഫ് എങ്ങനെ ഡ്രോ ചെയ്യാൻ നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ 3 എന്ന് പറയുന്നത് എക്സ് എന്നുള്ള സബ്സെറ്റിലുള്ള വെർട്ടെക്സിൻ്റെ എണ്ണമായിരിക്കും. സോ ഫസ്റ്റ് 3 വെർട്ടെക്സ് ആണ് എന്ത്, എക്സ് എന്നുള്ള സബ്സെറ്റിൽ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് 3 എന്ന് പറയുന്നത് വൈ എന്നുള്ള സബ്സെറ്റിലുള്ള വെർട്ടെക്സിൻ്റെ എണ്ണം, അതും എന്താണ് 3 ആണ്. സോ അത് നമ്മൾ വരച്ചു. പേര് കൊടുക്കാം V1, V2 ആൻഡ് V3, V4, V5, V6. സോ ടോട്ടൽ വെർട്ടെക്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 + 3 ആയിരിക്കും, അതായത് 6 ആയിരിക്കും. ഓക്കെ,
ഇനി എങ്ങനെയാണ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് വരയ്ക്കുക? എന്തായിരുന്നു കണ്ടീഷൻ? എക്സിലുള്ള ഏതൊരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിലും അത് വൈയിലുള്ള എല്ലാ വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതേപോലെ തന്നെ വൈയിലുള്ള ഏതൊരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിലും അത് എക്സിലുള്ള എല്ലാ വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. സോ നമുക്ക് എക്സിലുള്ള വെർട്ടെക്സ് V1 ചൂസ് ചെയ്യാം. അതെന്താണ്? എല്ലാ വെർട്ടെക്സും വൈയിലുള്ള എല്ലാ വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. സോ നമ്മൾ കണക്ട് ചെയ്തു. ഇനി അടുത്ത എക്സിലുള്ള ഒരു വെർട്ടെക്സ് ആണ് V2. അത് നമ്മൾ വൈയിലുള്ള എല്ലാ വെർട്ടെക്സുമായിട്ട് കണക്ട് ചെയ്തു. നെക്സ്റ്റ് V3 എന്നുള്ള വെർട്ടെക്സ് വൈയിലുള്ള എല്ലാ വെർട്ടെക്സുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് വൈയിലുള്ള ഏതോ വെർട്ടെക്സ് എടുത്താലും അത് എക്സിലുള്ള എല്ലാ വെർട്ടെക്സുമായിട്ട് കണക്ട് ആയിരിക്കണം. സോ V4 എടുത്താൽ അത് എല്ലാ വെർട്ടെക്സുമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആണ്. അതേപോലെ V5ഉം കണക്റ്റഡ് ആണ്, V6ഉം കണക്റ്റഡ് ആണ്. അപ്പം ഇതെന്തായി? ഒരു കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫിന് എക്സാമ്പിളായി. ഓക്കെ. ഇവിടെ നോക്കാം, ഈ ഗ്രാഫിൻ്റെ വെർട്ടെക്സ് സെറ്റ് എന്താണ്? V1, V2, V3 ആൻഡ് V4, V5, V6. ഇതാണ് ഇതിൻ്റെ വെർട്ടെക്സ് ഗ്രാഫ്. ഇനി ഇതിനെ രണ്ട് പാർട്ടീഷനായിട്ട് നമുക്ക് ചൂസ് ചെയ്യണം. അതായത് സബ്സെറ്റ് എക്സും വൈയും. സോ സബ്സെറ്റ് എക്സ് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്? V1, V2, V3. ആൻഡ് നെക്സ്റ്റ് വൈ എന്നുള്ള സബ്സെറ്റ് എന്താണ് ഇവിടെ ഉള്ളത്? V4 ആൻഡ് V5 ആൻഡ് V6. ഓക്കെ. ആൻഡ് ഈ ഗ്രാഫ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇത് ക്ലിയർ ആയല്ലോ. എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് വരയ്ക്കുക എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് subgraph. A graph H is a subgraph of G if V of H containing in V of G and E of H containing in E of G and psi H is the restriction of psi G to E of H. When H is containing in G but H not equal to G, we write H containing in G and call H a proper subgraph of G. അതായത് ഐഡിയ ഇതാണ്. നമ്മുടെ കയ്യിലൊരു ഗ്രാഫ് G ഉണ്ട്. അതിൻ്റെ സബ് ഗ്രാഫാണ് H എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്. ജിയുടെ വെർട്ടെക്സ് സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം Hൻ്റെ വെർട്ടെക്സ് സെറ്റ്. അതുപോലെ തന്നെ ജിൻ്റെ എഡ്ജ് സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം Hൻ്റെ എഡ്ജ് സെറ്റ്. ഓക്കെ. ആൻഡ് psi H എന്നത് ഫങ്ഷനാണ്. എന്ന ഫങ്ഷന് അതായത് എച്ചിലുള്ള വെർട്ടെക്സും എഡ്ജും അസോസിയേറ്റഡ് ആയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ പഠിച്ചിരുന്നു. ആ psi H എന്ന ഫംഗ്ഷന് ഒരു റെസ്ട്രിക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കണം. അത് ഏതിൻ്റെ? psi Gൻ്റെ. അതായത് psi Gയുടെ ഒരു റെസ്ട്രിക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കണം psi H. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് H എന്നുള്ളത് ജിയുടെ സബ് ഗ്രാഫാണെന്ന് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് H ഈസ് എ സബ് ഗ്രാഫ് ഓഫ് G എന്ന് പറയാം. ഓക്കെ. ഇനി ഇവിടെ എന്താ പറയാനുള്ളത്? വെൻ H ഈസ് സബ് ഗ്രാഫ് ഓഫ് G ബട്ട് H നോട്ട് ഈക്വൽ ടു G, വി റൈറ്റ് H കണ്ടെയ്നിങ് ഇൻ G ആൻഡ് കോൾ H എ പ്രോപ്പർ സബ് ഗ്രാഫ് ഓഫ് G. അതായത് H ജിയുടെ സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ മേ ബി H ഈക്വൽ ടു G ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അല്ലാത്ത സന്ദർഭത്തിൽ, അതായത് വെൻ H ഈസ് എ സബ് ഗ്രാഫ് ഓഫ് G ബട്ട് H നോട്ട് ഈക്വൽ ടു G, ദെൻ അത്തരത്തിലുള്ള സബ് ഗ്രാഫിനെ നമുക്ക് പ്രോപ്പർ സബ് ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ. വിച്ച് ഡിനോട്ടഡ് ആസ് H ഈസ് സ്ട്രിക്റ്റ്ലി കണ്ടെയ്നിങ് ഇൻ G. ഓക്കെ. അപ്പം H ജിയുടെ സബ് ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? H ഈസ് സബ് ഗ്രാഫ് ഓഫ് G. ദാറ്റ് ഈസ് H ഈസ് കണ്ടെയ്നിങ് ഇൻ G. ഓക്കെ. അതായത് H ജിയുടെ സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ Hഉം Gയും ഈക്വൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു ഗ്രാഫ് അതിൻ്റെ തന്നെ സബ് ഗ്രാഫ് ആയിരിക്കും. സോ Gയും Hഉം ഈക്വൽ അല്ലാതെ വരുന്ന സബ് ഗ്രാഫിനെയാണ് പ്രോപ്പർ സബ് ഗ്രാഫ് ഓഫ് G എന്ന് പറയാം. അത് ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്. ഓക്കെ. ദാറ്റ് ഈസ് H ഈസ് എ പ്രോപ്പർ സബ് ഗ്രാഫ് ഓഫ് G. ഓക്കെ. നെക്സ്റ്റ് സബ് ഗ്രാഫിന് ഒരു എക്സാമ്പിൾ നോക്കാം. G എന്നുള്ള ഗ്രാഫ് ഇങ്ങനെയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ H എന്നുള്ള ഒരു ഗ്രാഫ് ഇങ്ങനെ ഉണ്ടെന്നും വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ഇവിടെ ജിയുടെ വെർട്ടെക്സ് സെറ്റ്, അതായത് വി ഓഫ് ജി എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് എന്താണ് ഇവിടെ വെർട്ടെക്സ് ഏതൊക്കെയുള്ളത്? V1, V2 ആൻഡ് V3 ആൻഡ് V4. ഇങ്ങനെ 4 വെർട്ടെക്സ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇതിൻ്റെ എഡ്ജ് സെറ്റ് എന്താണ്? EG എന്ന് പറയുന്നത്. ഇവിടെ 3 വെർട്ടെക്സ് ആണുള്ളത്. എഡ്ജസ് ആണുള്ളത് E2 ആൻഡ് E3. അങ്ങനെ 3 എഡ്ജസ് ഉണ്ട്. ഇനി എച്ചിൻ്റെ വെർട്ടെക്സ് നോക്കാം. ദാറ്റ് ഈസ് വി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ ഏതൊക്കെയാണ് വെർട്ടെക്സ് ഉള്ളത്? V1ഉം V2 മാത്രമുള്ളത്, അതായത് 2 വെർട്ടെക്സ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് എഡ്ജ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എച്ചിൻ്റെ എഡ്ജ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ആകെ ഒരു എഡ്ജ് ഉള്ളൂ, ദാറ്റ് ഈസ് E1. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എച്ച് ജിയുടെ സബ്ഗ്രാഫ് ആണോ നോക്കുക. എച്ച് ജിയുടെ സബ്ഗ്രാഫ് ആണ്, കാരണം എച്ചിൻ്റെ വെർട്ടെക്സ് സെറ്റും എഡ്ജ് സെറ്റും ജിയുടെ വെർട്ടെക്സ് സെറ്റിൻ്റെയും എഡ്ജ് സെറ്റിൻ്റെയും സബ്സെറ്റുകളാണ്. അതായത് H ഈസ് കണ്ടെയ്നിങ് ഇൻ VG. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ EH ഈസ് കണ്ടെയ്നിങ് ഇൻ EG അല്ലേ? കാരണം എന്താണ്? VH എന്നുള്ളത് എന്താണ്? V1, V2, V3, V4 എന്നുള്ളതാണ്. VH എന്നുള്ളത് എന്താണ്? V1, V2 എന്നുള്ളതാണ്. അതെന്തിലുള്ളതാണ്? V1ഉം V2 ഇവിടെ ഉണ്ട്, VGയിലുണ്ട്. സോ VH ഈസ് കണ്ടെയ്നിങ് ഇൻ VG. അതേപോലെ തന്നെ എഡ്ജ് സെറ്റ് നോക്കുകയാണെങ്കിലും എച്ചിൻ്റെ എഡ്ജ് സെറ്റിൽ E1 ആണുള്ളത്, അതെവിടെ ഉണ്ട്? EGയിലുണ്ട്. സോ EH ഈസ് കണ്ടെയ്നിങ് ഇൻ E of G. Therefore നമുക്ക് എന്ത് പറയാം? H ഈസ് എ സബ്ഗ്രാഫ് ഓഫ് G എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാൻ നോക്കുക. G എന്ന ഗ്രാഫിൻ്റെ അസോസിയേറ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi g ആണ്. സോ psi g ഓഫ് E1 എന്ന് പറയുന്നത് എന്താണ്? E1ൻ്റെ എൻസ് ഏതൊക്കെയാണ്? V1ഉം V2 ആണ് അല്ലേ? സോ ഇങ്ങനെയാണ് എന്ത് നമ്മൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ എഴുതിയിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് psi g ഓഫ് E2 എന്തായിരിക്കും? V2 ആൻഡ് V3. ആൻഡ് psi g ഓഫ് E3 എന്തായിരിക്കും? V3, V4. അങ്ങനെ 3 എഡ്ജിൻ്റെയും എന്താണ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ എഴുതി. നെക്സ്റ്റ് എച്ച് എന്നുള്ള ഗ്രാഫിൻ്റെ psi h ഓഫ് E1 എന്ന്, ഇവിടെ ആകെ ഒരു എഡ്ജേ ഉള്ളൂ. സോ E1 എന്ന് പറയുന്നത് എന്തായിരിക്കും? V1, V2 ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കാം, psi g ഓഫ് E1 എന്ന് പറയുന്നത് psi h ഓഫ് E1ന് ഈക്വൽ ആണ്. ഇനി നമുക്ക് പറയാം psi g എന്ന ഫംഗ്ഷൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഫംഗ്ഷനാണ് ഏത്? psi h. കാരണം എന്താണ്? E1, E2, E3 എന്നുള്ള 3 എഡ്ജസ് ഉള്ളതിനെ നമ്മൾ ഒരൊറ്റ എഡ്ജസ് മാത്രമുള്ളതിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തു psi എന്ന ഫംഗ്ഷന്. സോ psi h എന്നുള്ളത് psi g എന്ന ഫംഗ്ഷൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് റെസ്ട്രിക്ഷൻ ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് സബ്ഗ്രാഫ് എന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നോക്കാം, റീമാർക്കാണ്. ഇഫ് H ഈസ് എ സബ്ഗ്രാഫ് ഓഫ് G ഈസ് എ സൂപ്പർ ഗ്രാഫ് H. നമ്മൾ സബ്സെറ്റ് സൂപ്പർ സെറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ ഇല്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത് ഗ്രാഫിൻ്റെ കേസിലാണെന്ന് മാത്രം. അതായത് എച്ച് ജിയുടെ സബ്ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയും തിരിച്ചു പറയാം, എന്ത്? G എന്നത് എച്ചിൻ്റെ സൂപ്പർ ഗ്രാഫ് ആണെന്നും പറയാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് റീമാർക്ക് നോക്കുക. എ സ്പാനിങ് സബ്ഗ്രാഫ് ഓഫ് G ഈസ് എ സബ്ഗ്രാഫ് H വിത്ത് V ഓഫ് H ഈസ് ഈക്വൽ ടു V ഓഫ് G. അതായത് ഒരു സ്പാനിങ് സബ്ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു സബ്ഗ്രാഫ് തന്നെ ആയിരിക്കും, എന്നാൽ 2 ഗ്രാഫിൻ്റെയും വെർട്ടെക്സ് സെറ്റ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് VH ഈസ് ഈക്വൽ ടു VG. അതായത് വെർട്ടെക്സ് സെറ്റിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടാവില്ല, മാത്രമല്ല അത് സെയിം വെർട്ടെക്സ് ആയിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള വെർട്ടെക്സ് സെയിം ആയി വരുന്ന സബ്ഗ്രാഫിനെയാണ് സ്പാനിങ് സബ്ഗ്രാഫ് എന്ന് പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സബ്ഗ്രാഫിൻ്റെ എക്സാമ്പിളിൽ ഇവിടെ 2 വെർട്ടെക്സും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കുക, V3 ആൻഡ് V4.
അപ്പം ഇതിൻ്റെ വെർട്ടെക്സ് സെറ്റ് എന്തായിരിക്കും? V1 V2 V3 V4, അതായത് ജിൻ്റെ വെർട്ടെക്സ് സെറ്റ്. സബ്സെറ്റ് ആയിട്ടുള്ള എച്ചിൻ്റെ വെർട്ടെക്സ് സെറ്റ് എന്തായിരിക്കും? V1 V2 V4 V5. സോ രണ്ട് വെർട്ടെക്സ് സെറ്റും എന്തായിരിക്കും? സെയിം ആയി വരും. അപ്പോൾ ഇതിനെന്താ പറയുക? ഒരു സ്പാനിങ് സബ് ഗ്രാഫ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പം ഇതാണ് സ്പാനിങ് സബ് ഗ്രാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സ്പാനിങ് സബ് ഗ്രാഫിന് ഒരു എക്സാമ്പിൾ നോക്കാം. ഇത്തരത്തിലൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഇതാണ് ജി എന്നുള്ള ഗ്രാഫ് ആൻഡ് ഇതാണ് അതിൻ്റെ എച്ച് എന്നുള്ള സബ് ഗ്രാഫ്. ഈ ജി എന്നുള്ള ഗ്രാഫിൻ്റെ വെർട്ടെക്സ് ഏതൊക്കെയാണ്? യു, വി, ഡബ്ല്യു, എക്സ്, വൈ എന്ന 5 വെർട്ടെക്സുകളാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജ് ഏതൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. അങ്ങനെ എന്താണ്? ഇതാണ് ഇതിൻ്റെ എഡ്ജസ്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്പാനിങ് സബ് ഗ്രാഫാണ് ഈ എച്ച് എന്നുള്ളത് എന്ന് ഞാൻ പറയാം. കാരണം ജി എന്ന ഗ്രാഫിൻ്റെ വെർട്ടെക്സിൻ്റെ എണ്ണം എന്തായിരുന്നു? 5 നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഗ്രാഫ്, ഈ എച്ച് എന്നുള്ള ഗ്രാഫിൻ്റെ വെർട്ടെക്സിൻ്റെ എണ്ണം എന്തായിരിക്കും? 5. മാത്രമല്ല അവ സെയിമുമാണ്. ഏതൊക്കെയാണ്? യു, വി, ഡബ്ല്യു, എക്സ്, വൈ. അങ്ങനെ 5 വെർട്ടെക്സുമാണ്. അത് രണ്ടും എന്താണ്? ജിയിലുള്ള അതേപോലത്തെ വെർട്ടെക്സാണ് എച്ചിലും ഉള്ളത്. ശ്രദ്ധിക്കുക, സെയിം നമ്പർ ഓഫ് വെർട്ടെക്സ് മാത്രമായാൽ പോരാ, സെയിം വെർട്ടെക്സ് സെറ്റ് തന്നെ ആയിരിക്കണം. അത്തരത്തിലുള്ള സബ് ഗ്രാഫിനെയാണ് സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയാം. സോ ഇവിടെ ജി എന്നത് ഈ ഗ്രാഫിൻ്റെ സ്പാനിങ് സബ് ഗ്രാഫ് ആണ്. അതായത് എച്ച് എന്നത് ഈ ഗ്രാഫ്, എച്ച് എന്ന ഈ ഗ്രാഫ്. ഓക്കെ, ഒന്നുമില്ല, എച്ച് എന്നുള്ള ഈ ഗ്രാഫ് ജി എന്നുള്ള ഗ്രാഫിൻ്റെ സ്പാനിങ് സബ് ഗ്രാഫാണ്. സബ് ഗ്രാഫുമാണ്, സ്പാനിങ് സബ് ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ സ്പാനിങ് സബ് ഗ്രാഫാണെന്ന് ക്ലിയർ ആയല്ലോ, എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് ഈ ജി എന്നുള്ള ഗ്രാഫിൽ നിന്നും ജി മൈനസ് യു ഡബ്ല്യു എങ്ങനെയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. അതായത് ജി മൈനസ് യു ഡബ്ല്യു ഒന്നുമില്ല, ജി എന്ന ഗ്രാഫിൽ നിന്നും യു ആൻഡ് ഡബ്ല്യു എന്ന 2 വെർട്ടെക്സും റിമൂവ് ചെയ്യുന്നു. സോ ബാക്കി ഏതൊക്കെ വെർട്ടെക്സ് ഉണ്ടാവും? വി, വൈ, എക്സ്. ഓക്കെ, അതൊന്ന് വരച്ച് നോക്കാം. വി ഇവിടെ, വൈ ഇവിടെ ആൻഡ് എക്സ് ഇവിടെ. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള എഡ്ജസും വരക്കാം. അതായത് ഇവിടെ എഫ്, ജി ആൻഡ് ഡി എന്ന 3 എഡ്ജസ് ഉണ്ടാവും. അത് 3 വരക്കാം. അതായത് വിയും വൈയും തമ്മിൽ എഫ് എന്നുള്ള ഒരു എഡ്ജും അതേപോലെ ജി എന്നുള്ള ഒരു എഡ്ജും ഉണ്ട്. എഫ്, ജി. പിന്നെ വൈയും എക്സും തമ്മിൽ ഡി എന്നുള്ള ഒരു എഡ്ജും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 3 വെർട്ടെക്സും തമ്മിലുള്ള എഡ്ജസ് നമ്മൾ എന്ത് ചെയ്തു? വരച്ചു കഴിഞ്ഞു. ഓക്കെ, ആൻഡ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇ, എ എന്നുള്ള 2 എഡ്ജസും ഉണ്ട്. അത് ഉണ്ടാവില്ല. നോക്കാം, ഇവിടെയുള്ള ഈ എ, ഇ എന്നുള്ള 2 എഡ്ജസ് ഈ നമ്മൾ പുതിയ ഗ്രാഫിൽ, അതായത് ജി മൈനസ് യു ഡബ്ല്യു എന്നുള്ള ഗ്രാഫിൽ ഉണ്ടാവില്ല. കാരണം യു എന്നുള്ള എഡ്ജ് എന്താണ്? നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. യു എന്നുള്ള എഡ്ജുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എഡ്ജാണ് എന്ത്? യു എന്നുള്ള വെർട്ടെക്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എഡ്ജസ് ആണ് ഇയും എയും. സോ നമുക്ക് എന്ത് പറയാം? ആ 2 എഡ്ജസും ഈ ജി മൈനസ് യു ഡബ്ല്യു എന്നുള്ളതിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ബി എന്നുള്ള എഡ്ജും എച്ച് എന്നുള്ള എഡ്ജും സി എന്നുള്ള എഡ്ജും റിമൂവ് ആയി പോവും. കാരണം എന്താണ്? ഡബ്ല്യു എന്നുള്ള വെർട്ടെക്സിനെ നമ്മൾ റിമൂവ് ചെയ്തത് കൊണ്ട്. ഓക്കെ, എന്താ പറഞ്ഞതെന്ന് ക്ലിയർ ആയല്ലോ. സോ ജി മൈനസ് യു ഡബ്ല്യു എന്ന ഗ്രാഫ് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നോക്കുക, വെർട്ടെക്സ് ഡിഗ്രി. The degree dg of v of a vertex v in G is the number of edges of G incident with V. ഒരു ഗ്രാഫ് ജിയുടെ വെർട്ടെക്സ് ഡിഗ്രി എന്ന് പറയുന്നത് അതൊരു നമ്പർ ആയിരിക്കും. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് ജി ഇൻസിഡൻറ്റ് വിത്ത് വി. അതായത് നോക്കാം, ഈ ഗ്രാഫിലെ വെർട്ടെക്സ് ഡിഗ്രി എന്ന് പറയുന്നത് 2 വെർട്ടെക്സിൻ്റെയും ഡിഗ്രി 1 ആയിരിക്കും. കാരണം ഈ V1 എന്നുള്ള വെർട്ടെക്സ് എന്താണ്?
എഡ്ജുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരു തവണ മാത്രമാണ്. അതേപോലെ തന്നെ V2 എന്നുള്ള വെർട്ടെക്സും എഡ്ജുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരു തവണ മാത്രമാണ്. സോ DG ഓഫ് V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ തന്നെ DG ഓഫ് V2 എന്ന് പറയുന്നതും 1 ആയിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആ വെർട്ടെക്സ് എത്ര തവണ എഡ്ജിനെ തൊടുന്നു എന്ന് നോക്കിയാൽ മതി. ഇവിടെ V1 എന്നുള്ള വെർട്ടെക്സ് ഒരു തവണ മാത്രമാണ്, ഈ ഒരു തവണ മാത്രമാണ് എഡ്ജിനെ തൊട്ടിട്ടുള്ളത്. അതേപോലെ V2 എന്നുള്ള എഡ്ജ് ഒരു തവണ മാത്രമാണ് എഡ്ജിനെ തൊടുന്നത്. സോ V1ൻ്റെയും V2ൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയായിരിക്കും, DG ഓഫ് V1 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വെർട്ടെക്സ് ഡിഗ്രി ഫൈൻഡ് ചെയ്യാൻ മനസ്സിലായോ? നെക്സ്റ്റ് ഒരു ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിൽ V2 എന്നുള്ള വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്രയായിരിക്കും? അതായത് V2 എന്നുള്ള വെർട്ടെക്സ് എത്ര തവണ എഡ്ജിനെ തൊടുന്നുണ്ട്? ഒരു തവണ ഇവിടെ തൊട്ടു, അതായത് E1 എന്നുള്ള എഡ്ജിനെ തൊട്ടു. അതേപോലെ തന്നെ V2 പിന്നെ E2 എന്നുള്ള ഒരു എഡ്ജിനെയും കൂടെ തൊടുന്നുണ്ട്. സോ ഡിഗ്രി ഓഫ് V2 എന്നുള്ള എഡ്ജ് ഇവിടെ ഇപ്പം V2 എന്നുള്ള വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ പറയാനുള്ളത് ലൂപ്പിൻ്റെ കേസിലാണ്. ഈച്ച് ലൂപ്പ് കൗണ്ടിങ് ആസ് 2 എഡ്ജസ്. ഒന്നുമില്ല, ഇവിടെ V1 എന്നുള്ള ഈ ഒരു വെർട്ടെക്സിൽ E3 എന്നുള്ള ഒരു എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ദെൻ V1ൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഈ V1ൻ്റെ ഡിഗ്രി എന്തായിരിക്കും? ഈ V1 എത്ര തവണ എഡ്ജിനെ തൊടുന്നുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് E1 എന്നുള്ള ഈ എഡ്ജിനെ ഒരു തവണ തൊടുന്നുണ്ട്. ആൻഡ് E3 എന്നുള്ള എഡ്ജിനെ ഇവിടെ ഒരു തവണ തൊടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും തൊടുന്നുണ്ട്, ഇല്ലേ? E3 എന്നുള്ള എഡ്ജ് 2 തവണ V1 എന്നുള്ള വെർട്ടെക്സിനെ തൊടുന്നുണ്ട്. സോ ഈ V1 എന്നുള്ള വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? സോ 3 തവണ V1 എന്നുള്ള വെർട്ടെക്സ് എഡ്ജിനെ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും. ഓക്കെ, അതായത് ഒരു ലൂപ്പിനെ 2 എഡ്ജായിട്ട് കൺസിഡർ ചെയ്യണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൂപ്പ് എന്ന എഡ്ജ് ഒരു വെർട്ടെക്സിനെ 2 തവണ ടച്ച് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈച്ച് ലൂപ്പ് കൗണ്ടിങ് ആസ് 2 എഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഐഡിയ എന്ന് ക്ലിയർ ആയല്ലോ? സോ എന്താണ് വെർട്ടെക്സ് ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. അപ്പോൾ വെർട്ടെക്സ് ഡിഗ്രിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, അതാണ് DG ഓഫ് V. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇത്. അതായത് വെർട്ടെക്സിൻ്റെ മിനിമം ഡിഗ്രിയാണ് ഈ ΔG എന്ന് ഡിനോട്ട് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഡിഗ്രിയെ ഈ തരത്തിലുള്ള ΔG ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. അതായത് മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫിൽ മിനിമം ഡിഗ്രിയുള്ള വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? V3 ആയിരിക്കും. V3ൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. സോ അതാണ് ഇതിൽ എന്താണ് മിനിമം ഡിഗ്രി. മാക്സിമം ഡിഗ്രിയുള്ള വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇവിടെ V1 ആയിരിക്കും. അതിൻ്റെ ഡിഗ്രി എത്രയാണ്? 3 ആയിരിക്കും. ഓക്കെ, അപ്പം ഇതോർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ റീമാർക്കിലേക്ക് പോവുകയാണ്. റീമാർക്ക് നോക്കുക. എ ഗ്രാഫ് G ഈസ് K റെഗുലർ ഇഫ് DV ഈസ് ഈക്വൽ ടു K ഫോർ ഓൾ V ബിലോങ്സ് ടു V. ഒരു ഗ്രാഫ് ജീനെ K റെഗുലർ എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്. അതിൽ ഏത് വെർട്ടെക്സിൻ്റെ ഡിഗ്രി എടുത്താലും അത് ഡിഗ്രി K ആയിരിക്കണം. അതായത് ഒരു ഗ്രാഫ് നോക്കുക. V1, V2, V3 ആൻഡ് V4. ഞാൻ എഡ്ജസ് വരക്കാം. E1, E2, E3, E4. ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി ഒന്ന് കണ്ടുനോക്കാം. അതായത് ഡിഗ്രി ഓഫ് V1 എന്തായിരിക്കും? V1 എത്ര തവണ എഡ്ജിനെ ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്? 2 തവണ. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2. ആൻഡ് ഡിഗ്രി ഓഫ് V2 എന്താണ്? അതും എന്താണ്? 2 ആണ്. കാരണം 2 തവണ E1നെയും E2നെയാണ് അത് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് V3 എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 2 ആണ്.
അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് V4 എന്ന് പറയുന്നത് എന്താണ് 2 ആണ് അല്ലേ, 2 തവണയാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. സോ ഈ ഗ്രാഫിലെ വെർട്ടെക്സ് സെറ്റിൽ നിന്നും ഏതൊരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ വെർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ് V1 V2 V3 V4 അങ്ങനെ ഈ വെർട്ടെക്സ് സെറ്റിൽ നിന്നും ഏതൊരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഡിഗ്രി ഒക്കെ എന്താണ് സെയിം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2 ആണ്. സോ നമുക്ക് ഈ ഗ്രാഫിനെ 2 റെഗുലർ ഗ്രാഫ് എന്ന് പറയാൻ പറ്റും. അതായത് ഇതൊരു K റെഗുലർ ഗ്രാഫിന് എക്സാമ്പിളാണ്. അവിടെ K എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. K അതായത് എല്ലാ വെർട്ടെക്സും സെയിം ഡിഗ്രി ആയിട്ട് വരുമ്പോഴാണ് ആ ഗ്രാഫിനെയാണ്, അതായത് ആ ഡിഗ്രി K ആണെങ്കിൽ K റെഗുലർ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എ റെഗുലർ ഗ്രാഫ് ഈസ് വൺ ദാറ്റ് ഈസ് K റെഗുലർ ഓഫ് സെയിം K. ഒരു ഗ്രാഫ് K റെഗുലർ ആണെങ്കിൽ അതിനെ നോർമലി റെഗുലർ ഗ്രാഫ് എന്നാണ് പറയാം. ഓക്കെ, സെയിം ഡിഗ്രി സം K ആയി വരുമ്പോൾ അതിനെ K റെഗുലർ എന്ന് പറയും. അത്തരത്തിൽ K റെഗുലർ ആയി വരുന്ന കേസിൽ ആ ഗ്രാഫിനെ റെഗുലർ ഗ്രാഫ് എന്നും പറയും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് റീമാർക്ക് നോക്കുക. കംപ്ലീറ്റ് ഗ്രാഫ്സ് ആൻഡ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്സ് KNN ആർ റെഗുലർ. ഒരു കംപ്ലീറ്റ് ഗ്രാഫും അതുപോലെ തന്നെ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫും ഒക്കെ എപ്പോഴും റെഗുലർ ഗ്രാഫായിരിക്കും. ദാറ്റ് ഈസ് അതിലെ എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രിയും എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, എന്താണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്നും എന്താണ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. സോ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ തൽക്കാലം നമുക്കിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് എങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്